ദിമാഗി നക്സൽ ചാപ്പയോ എന്നാണ് ചോദ്യം. ചാപ്പയടിക്കുന്നതിന് സാങ്കേതികമായി പറയുന്നത് നെയിം കോളിംഗ് എന്നാണ്, അഥവാ ശകാര പേരിടിയിൽ എന്ന് പറയും. ഇതൊരു പ്രൊപ്പഗാൻഡ ടെക്നിക്കാണ് എന്ന് തിരിച്ചറിയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെയാണ്. അമേരിക്കയിൽ തന്നെയുള്ള പ്രൊപ്പഗാൻഡ സ്റ്റഡീസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ശകാര പേരിടിയിൽ എന്നുള്ളത് രാഷ്ട്രീയമായി എതിരാളികളെ എങ്ങനെ തകർക്കാനുള്ള പ്രചരണ വേലയാണ് എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള ശകാര പേരിടിയിൽ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കൂടുതൽ കേട്ടത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഒരു ഡസനോളം പേരുകൾ നമ്മൾ കേട്ടു. രാജകുമാരനായി രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കുക, പാകിസ്ഥാനിയായിട്ട് ചിത്രീകരിക്കുക, രാജ്യദ്രോഹിയായി നിങ്ങൾ മുദ്രകുത്തുക, ചാപ്പ കുത്തുക, തുക്കിടെ ഗാങ്ങാക്കുക, അർബൻ നക്സലാക്കുക, ഖാൻ മാർക്കറ്റ് ഗാങ്ങാക്കുക, ആസാദി ഗാങ്ങാക്കുക, ആന്തോളൻ ജീവി ചാപ്പയാക്കുക, ഇതെല്ലാം ഈ നെയിം കോളിംഗ് എന്ന് പറയുന്ന പ്രചരണ വേലയുടെ ഭാഗമായിട്ടാണ്. ആ പ്രചരണ വേലയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രയോഗമാണ് ദിമാഗി നക്സൽ എന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വേളയെ അനുസ്മരിക്കുന്ന സമയത്തെ പ്രസംഗത്തിൽ ചേർത്തിരിക്കുന്നത് എന്നാണ്. ഉംബർട്ടോ എക്കോ എന്ന പ്രശസ്തനായ ചിന്തകൻ തൻ്റെ ഒരു ഫാസിസം എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ പറയുന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ വിയോജിപ്പിനെ വിദ്രോഹമായിട്ട് കണക്കാക്കിയാൽ, അഥവാ ഡിസൻറ്റിനെ ട്രീസനായിട്ട് കണക്കാക്കിയാൽ അതൊരു ഫാസിസത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ്. 14 ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമാണ് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെ വളരെ പെട്ടെന്ന് ചാപ്പകുത്തി രാജ്യദ്രോഹിയാക്കി മാറ്റുക. ഇതാണ് ഒരു ഫാസിസത്തിൻ്റെ ലഘുലക്ഷണം എന്ന് ഉംബർട്ടോ എക്കോ പറയുന്നുണ്ട്. നോക്കൂ, യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. ഒരു രാജ്യദ്രോഹി എന്ന് നിങ്ങളെ ചാപ്പ കുത്തിയാൽ, ലേബൽ ചെയ്താൽ, പിന്നെ നിങ്ങൾ പറയുന്നതെന്തും രാജ്യം കേൾക്കേണ്ടതില്ല, രാജ്യത്തിൽ നിങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടും എന്നുള്ളൊരു മിഥ്യാബോധമാണ്. ഇത് പ്രവർത്തിക്കുമായിരുന്നു. 2014 പ്രവർത്തിച്ചിട്ടുണ്ട്, 2019 പ്രവർത്തിച്ചിട്ടുണ്ട്, 2024 വരെയും അത് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ഇത് മാറിയ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് അടിപതറി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഈ ദിമാഗി നക്സൽ എന്ന പ്രയോഗം. ഞാനത് വിശദീകരിക്കാം എന്താണെന്ന്. ചുരുക്കത്തിൽ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ, അടിപതറി തുടങ്ങിയ നരേന്ദ്രമോദിക്ക്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയ നരേന്ദ്രമോദിക്ക് അവസാനമായി കിട്ടിയ അഭയമായിരുന്നു ഈ പ്രയോഗം, ദിമാഗി നക്സൽ എന്ന പ്രയോഗം. ആരെയാണ് യഥാർത്ഥത്തിൽ ദിമാഗി നക്സൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? നോക്കൂ, അതിന് നമ്മൾ ഈ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കണം. ഇക്കഴിഞ്ഞ മൺസൂൺ സെഷൻ BJPയെ സംബന്ധിച്ച് പത്തറ്റിക്കായിരുന്നു. BJPയെ സംബന്ധിച്ച് ഏറ്റവും ദുർബലമായിരുന്നു. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സെഷനെ BJP അഭിമുഖീകരിച്ചിട്ടില്ല. നമ്മളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വന്ദേമാതരം അവസാനത്തെ ദിവസം വന്ന് പാടി 4 മിനിറ്റ് മാത്രമാണ് ലോക്സഭയിൽ ചിലവഴിക്കാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രിക്കാകട്ടെ ലോക്സഭയിലോ രാജ്യസഭയിലേക്കോ കടക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് CJP ഉയർത്തിയ കൊടുങ്കാറ്റ്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന ശക്തമായ പ്രതിഷേധം. ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും സഭയിൽ വരാതെ ഒളിച്ചു കളിച്ചതെന്ന് ഓർമ്മിക്കണം. മൺസൂൺ സെഷൻ അവസാനിക്കുമ്പോൾ 2 നിർണായകമായ ബില്ലുകളുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഒന്ന് FCR ബിൽ. FCR ബിൽ എന്താ പോയിരിക്കുന്നത്? FCR ബിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു. രണ്ടാമത്തേത് എന്താണ്? ഡീലിമിറ്റേഷൻ ബിൽ, മണ്ഡല പുനർനിർണയ ബില്ല്. മണ്ഡല പുനർനിർണയ ബില്ലിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ചർച്ചയ്ക്കെടുക്കാൻ പോലും സാധിച്ചില്ല. എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ മൺസൂൺ സെഷൻ ആകുമ്പോഴേക്കും ഭൂരിപക്ഷം 3-2 കിട്ടാൻ പാകത്തിൽ NCPയെ പിളർത്തി, അവർ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ പിളർത്തി, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് 7 MP കൊണ്ടുവന്നു, തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തി. അങ്ങനെ 3-2 ഭൂരിപക്ഷം ഏകദേശം ഉറപ്പിച്ചു വെച്ച് ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ജന്തർ മന്ദറിലെ പാർട്ടികളുടെ പ്രതിഷേധം. ആ പാർട്ടികളുടെ പ്രതിഷേധത്തിൽ അടിമുടി ഉലഞ്ഞു പോയ BJPക്ക് ഒരു തിരിച്ചുവരവ് ഇനി വേണമെങ്കിൽ ആ പാർട്ടികളെ പരോക്ഷമായി രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തണം. യഥാർത്ഥത്തിൽ അവരെ തന്നെയാണ് മുദ്രകുത്തിയത്, അവരെ തന്നെയാണെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് വീണ്ടും തിരിച്ചടിക്കാൻ പോകുന്നു. ഈ ഉംബർട്ടോ എക്കോ തൻ്റെ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പുതിയ വാക്കുകളും പുതിയ പ്രയോഗങ്ങളും കടന്നു വരും എന്നാണ് ഒരു പുതിയ കാലഘട്ടത്തിൽ. ശരിയാണ്, കോക്രോച്ച് എന്ന് പറയുന്ന ഒരു വാക്കിനെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയൊരു വാക്കായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇതിനു മുമ്പ് സാധാരണക്കാരൻ മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ വാക്കെന്ന് പറഞ്ഞാൽ ഉപ്പ് എന്നതായിരുന്നു. ഉപ്പ് കുറിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ രാഷ്ട്രീയ ഭാഷയിലേക്ക് വിളക്കി ചേർത്ത മനുഷ്യനാണ് ഗാന്ധി. എന്നാൽ പാറ്റ എന്നുള്ളതിനെ നമ്മുടെ ദൈനംദിന രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വിളക്കി ചേർത്ത ഈ CJPയുടെ പ്രവർത്തകർ ദാ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കത് പുറത്തു വന്നു. ദിമാഗി നക്സൽ, അർബൻ നക്സൽ പോലെയോ തുക്കട ഗാങ് പോലെയോ തെരുവിൽ പ്രതിഷേധിക്കുകയല്ല ചെയ്തത്. ഉടനൊരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഉണ്ടാവുന്നു. യെസ്,
ഐ ആം എ ദിമാഗി നക്സൽ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാർ വരികയാണ്. ദിമാഗി നക്സൽ പാർട്ടി ഏറ്റവും ഒടുവിൽ 5,12,000 ഫോളോവേഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്. 2014-ലെയോ 19-ലെയോ 24-ലെയോ മോഡിയല്ല ഇപ്പോൾ 2026-ൽ ചെങ്കോട്ടയിൽ നിന്ന് സംസാരിക്കുന്നത്. അടിമുടി പതറിപ്പോയ മോദിയുടെ അവസാനത്തെ അടവാണ് യഥാർത്ഥത്തിൽ ഈ ദിമാഗി പ്രയോഗം. അത് പാളിയിരിക്കുന്നു എന്നുള്ളതാണ്. ചെറുപ്പക്കാരെല്ലാവരും ഒരുമിച്ച് നിന്ന് വന്ന് പറയുകയാണ്, യെസ് ഐ എം എ ദിമാഗി നക്സൽ, ഐ എം എ ദിമാഗി നക്സൽ എന്ന് പറയുകയാണ്. തലച്ചോറുള്ളവൻ ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ള PR വർക്ക് മാത്രമല്ല ചെയ്യുന്നത്, അവൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇന്ന് ജയറാം രമേശ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, ഹീ ഈസ് എ മാസ്റ്റർ അബ്യൂസർ ഇൻ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്നാണ്. നോക്കൂ, എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദമുള്ള MA ബിരുദം, ആ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദമുള്ള ബിരുദാനന്തര ബിരുദമുള്ള മാസ്റ്റർ അബ്യൂസറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത്. ചിദംബരം അടക്കം, അരവിന്ദ് കെജ്രിവാൾ അടക്കം നിലവിൽ ഈ പറയുന്ന ദിമാഗി നക്സൽ എന്ന പ്രയോഗത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. എന്താണ് കിരൺ റിജിജു പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് വ്യക്തമായി പറയാം. നാളെ കൊണ്ടുപോയി വാരണാസിയിലോ അല്ലെങ്കിൽ നാഗ്പൂരിലോ കൊണ്ടുപോയി കേസിടരുതല്ലോ. അതുകൊണ്ട് വ്യക്തമായി ഞാൻ പറയാം, ഐ ആം പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ ഓൺ കണ്ടീഷൻസ്. ഇത് അടർത്തിയെടുത്ത് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓൺ കണ്ടീഷൻസ് എന്ന് ഞാൻ പറയുന്നത്. കാര്യം ഞാനൊരു നക്സലാണ് എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, ദിമാഗി നക്സൽ എന്നതാണ്. ചിന്തിക്കുന്നവനാണ് നക്സൽ എന്നുണ്ടെങ്കിൽ ഐ എം എ ദിമാഗി നക്സൽ എന്നുള്ളതാണ്. എന്താണ് ദിമാഗി നക്സലിന്റെ പ്രത്യേകതയെ കിരൺ റിജിജു പറയുന്ന ഡെഫിനിഷൻ വഴി നോക്കിയാൽ കിരൺ റിജിജു പറയുന്നു, മാവോയിസത്തെ പിന്തുണയ്ക്കുന്നവൻ. ഞാൻ മാവോയിസത്തെ അവരുടെ ആയുധപരമായിട്ടുള്ള ഒരു മാർഗത്തെയും ഞാൻ പിന്തുണയ്ക്കുന്നില്ല. ഭരണഘടനയെ ബഹുമാനിക്കാത്തയാൾ, ഭരണഘടനയെ ബഹുമാനിക്കുന്നയാളാണ്, ഭരണഘടനയുടെ അവകാശങ്ങൾ വേണം എന്ന് പറയുന്നയാളാണ് ദിമാഗി നക്സലെങ്കിൽ ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഒരു ദിമാഗി നക്സലാണ്. രണ്ടാമത് പറയുന്നു, ആർട്ടിക്കിൾ 370 പിന്തുണയ്ക്കുന്നവൻ ദിമാഗി നക്സലാണ്. ഞാൻ ആർട്ടിക്കിൾ 370 പിന്തുണയ്ക്കുന്നയാളാണ്. കാരണം എന്താ? അത് ആർട്ടിക്കിൾ 370 ഒരു സ്റ്റേറ്റിന് സ്റ്റേറ്റ്ഹുഡ് പദവി കൊടുക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ടാണ്. സ്റ്റേറ്റ്ഹുഡിൽ നിന്ന് യൂണിയൻ ടെറിട്ടറിയായിട്ട് തരം താഴ്ത്തുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തത് ഭരണഘടനയോടുള്ള അവഹേളനമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യുക? യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റ് ആക്കി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. അതാണ് രാജ്യത്തിന്റെ പുരോഗമനപരമായ രാഷ്ട്രീയം. ഇവിടെ എന്താ ചെയ്തത്? രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ഭരണഘടനയുടെ ആദ്യത്തെ ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിളിൽ പറയുന്ന സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറി ആക്കി കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനെതിരാണ്. ഞാൻ ഭരണഘടനയുടെ ആ ആത്മാവിനോടൊപ്പമാണ്. സ്റ്റേറ്റിൻ്റെ പദവി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 370 എതിർക്കുന്നത് കൊണ്ട് ഞാനൊരു ദിമാഗി നക്സൽ ആകുമെങ്കിൽ ഐ എം പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ ഓൺ ദിസ് കണ്ടീഷൻ ഓൺലി. ആർട്ടിക്കിൾ 370 ഭരണഘടനയെ അനുകൂലിക്കുന്നതുകൊണ്ട് ഭരണഘടന ആർട്ടിക്കിൾ 370 അനുകൂലിക്കുന്നത് കൊണ്ട് ഒരു ദിമാഗി നക്സൽ ആകുമെങ്കിൽ ഞാൻ ഐ എം പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ കണ്ടീഷൻസ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ചാപ്പകുത്തി പ്രതിരോധത്തിലാക്കി ഒടുവിൽ വിയോജിപ്പിനെ വിദ്രോഹമായി ചിത്രീകരിക്കുന്ന ഈ പുതിയ ഫാസിസ്റ്റ് രീതിയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ പാളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വലിയ ക്യാമ്പയിൻ. ദിമാഗി നക്സൽ പാർട്ടി എന്ന പേരിലൊരു സംഘടന തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നു. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉണരുന്നു എന്നുള്ളത് നമ്മൾ കേരളത്തിൻ്റെ കാലത്ത് കേട്ട, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേട്ട ഒരു മുദ്രാവാക്യവും പാട്ടുമായിരുന്നുവെങ്കിൽ ഇന്നത് ഇന്ത്യയിൽ സംഭവിക്കുന്നു. നിങ്ങൾ കോക്രോച്ച് എന്ന് അധിക്ഷേപിച്ചാൽ ഞങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടിയായി മാറും. നിങ്ങൾ ദിമാഗി നക്സൽ എന്ന് അധിക്ഷേപിച്ചാൽ ഞങ്ങൾ ദിമാഗി നക്സലുകളായി ദിമാഗി നക്സൽ പാർട്ടി ഉണ്ടാക്കും എന്നാണ് പുതിയ ചെറുപ്പക്കാർ പറയുന്നത്. അതുകൊണ്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദി കോമൺ മാൻ. ജെൻസി അവരൊരു പുതിയ സംഘടന ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ജസ്റ്റിസ് സൂര്യകാന്തിന് കോക്രോച്ച് എന്ന വാക്ക് പറയാൻ കഴിഞ്ഞു. അത് കോക്രോച്ച് ജനതാ പാർട്ടി. ഇപ്പോൾ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവ് ശൈലിയിൽ അവസാനത്തെ അടവെടുത്ത് പ്രയോഗിച്ചു. ദിമാഗി നക്സൽ എന്ന് ചപ്പകുത്തി ദിമാഗി നക്സൽ പാർട്ടി ഉണ്ടാവാൻ പോകുന്നു ഇന്ത്യയിൽ എന്നുള്ളതാണ്. ഇനി എത്രയൊക്കെ നിരോധിച്ചാലും അത് ഉണർന്നു വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാലത്തിന്റെ കാവ്യനീതി. അപ്പോൾ ദിമാഗി നക്സൽ ചാപ്പയോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. ഡോക്ടർ അരുൺ, നിർത്തുന്നതിന് മുമ്പ് എനിക്കൊരു രസകരമായ കാര്യം പറയാനുണ്ട്. അതായത് ഈ RSS പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യമായിരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി മോഹൻ കുന്നുമൽ, അദ്ദേഹം +2 10th ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. നിങ്ങൾ പാർട്ടികളിൽ നിന്ന് ഉറക്കെ പറയൂ. കംപ്ലീറ്റ് നിശബ്ദത, ഒരൊറ്റ ആളും വേണ്ടിയിട്ടില്ല. അപ്പോൾ അതാണ്
ഇപ്പോഴത്തെ ആ കുട്ടികൾ. വിദ്യാർത്ഥികളിലാണ് പ്രതീക്ഷ. അതെ 100% എനിക്ക് തോന്നുന്നു അത് ആ വിദ്യാർത്ഥികളുടെ ബോധമാണ്. യഥാർത്ഥത്തിൽ മോഹൻ കുന്നുമലിന്റെ മുഖമടച്ച് കിട്ടിയ അടിയാണ് യഥാർത്ഥത്തിൽ ആ വിദ്യാർത്ഥികളുടെ മൗനം എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥികൾക്കറിയാവുന്നത് പോലും ഒരു സർവകലാശാല VC-ക്ക് അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഒരു സർവകലാശാല VC-ക്ക് ആ വിദ്യാർത്ഥികളുടെ മനസ്സറിയാൻ ആ കഴിയുന്നില്ലല്ലോ. വിദ്യാർത്ഥികൾ സർവകലാശാലയിലേക്ക് വരാൻ പോവാണ്. ആ വിദ്യാർത്ഥികളുടെ VC ആയിട്ടിരിക്കുന്ന മനുഷ്യനാണ് ഈ പറയുന്ന രീതിയിൽ ചാപ്പകുത്തി തുടങ്ങുന്നത് എന്നുള്ളതാണ്. Meet the editors.